അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലായിട്ടാണ് ഏത്തയ്ക്ക എരിശ്ശേരി. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം. എന്തൊരു ടേസ്റ്റാണെന്ന് അറിയോ? കിഡ്ലോസ്കി ടേസ്റ്റാണ് കേട്ടോ. അപ്പത്തിനും കഞ്ഞിക്കുമൊക്കെ അടിപൊളി കോംബോയാണ്. അതുപോലെ തന്നെ ഇത്ര ഈസി ആയിട്ടുള്ള റെസിപ്പി വേറെയില്ല. സോ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എനിക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. 2 ഏത്തയ്ക്കയാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത്. ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ 3 വെളുത്തുള്ളിയുണ്ട്. ഒരു കുക്കറിലാണ് നമ്മൾ ഏത്തയ്ക്ക വേവിച്ചെടുക്കാൻ പോകുന്നത്. കാരണം കുക്കറിലാകുമ്പോഴത്തേനും എളുപ്പത്തിൽ ഇത് വെന്ത് കിട്ടും കേട്ടോ. ഒരു കുക്കറിൽ എണ്ണ ഒഴിച്ച് അത് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക അതിനകത്തോട്ട് ഇടുവാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ അതിനകത്തോട്ട് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. അത് മാത്രമാണ് നമ്മളിപ്പം ചേർക്കുന്നത്. പിന്നെ 1 കപ്പ് വെള്ളവും ഉപയോഗിച്ച് നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. ഏത്തയ്ക്കൊക്കെ മുറിക്കുമ്പോൾ കറയില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുറിച്ചതിന് ശേഷം ഒരു വെള്ളത്തിൽ ചെറു ചൂടാണെങ്കിലും പ്രശ്നമില്ല, ചെറു ചൂട് വെള്ളത്തിനകത്തോട്ട് ഇട്ട് കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ അതിന് കറ മൊത്തം മാറിക്കിട്ടും. അപ്പം അതൊരു നല്ലൊരു ടിപ്പാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ ഏത്തയ്ക്കകത്ത് ഭയങ്കര കറയായിരിക്കും. എരിശ്ശേരി എന്നൊക്കെ പറയുന്നത് പണ്ട് ഞാൻ വിചാരിക്കായിരുന്നു എന്ത് പാടാലോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. കാരണം ഓണത്തിനൊക്കെ ആയിരിക്കും മിക്കവാറും ഉണ്ടാക്കുക. അപ്പം ഇത് ഭയങ്കര പാടാണല്ലോ, ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കൊക്കെ അധികം കുക്കിംഗ് ഒന്നും ചെയ്യാൻ അറിയില്ലാത്തവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡ്ലോസ്കി റെസിപ്പിയാണ്. അപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്തിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുക്കറിന് ഒരു 3 വിസിൽ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മളൊരു 1/2 കപ്പ് തേങ്ങ, കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത്രയ്ക്കും നല്ലത്, ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി, 3 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. കുറച്ച് ജീരകവും കൂടി ഇടണം കേട്ടോ. ഇത്രയും ഇട്ടതിന് ശേഷം നമ്മളിതിനെ അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. വേറെ ഒന്നും നമ്മൾ ചേർക്കണില്ല കേട്ടോ. ഇതിനെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ വെന്ത് വന്നിരിക്കുന്ന ഏത്തയ്ക്കകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഏത്തയ്ക്ക ഇങ്ങനെ വെന്ത് വന്നതിന് ശേഷം നമുക്കിങ്ങനെ ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ചില കഷ്ണങ്ങൾ ഉടഞ്ഞും ചില കഷ്ണങ്ങൾ അല്ലാതെയും കിടക്കുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇത്ര എളുപ്പമായിട്ടുള്ള റെസിപ്പി വേറെ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. പണ്ട് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മെയിൻ പണി കഴിഞ്ഞിരിക്കുന്നു. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാവണം. കാരണം അരപ്പൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ മെയിൻ പണി എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ കടുക് പൊട്ടി ചേർക്കുകയാണ് കേട്ടോ. ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഈ ഒരു സമയത്ത് കേട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കടുക് പൊട്ടി ചേർക്കാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെക്കുക, എണ്ണ ഒഴിക്കുക. നമ്മൾ അതിനകത്തോട്ട് കടുക് ഇടുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും. അതുപോലെ ഞാൻ ഇപ്പോൾ പറയുന്നത് ചെറിയ ഉള്ളി വെളിച്ചെണ്ണയൊക്കെ ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന കറിക്ക് ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. ഉള്ളി ചേർക്കുക. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇനി ചേർക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വറ്റൽ മുളകാണ്. അതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങ ഇതിനകത്ത് ഇട്ടതിന് നമ്മൾ അതിനെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അവസാനം അതോടെ ചേർക്കുമ്പോഴാണ് കറിയുടെ ടേസ്റ്റ് കൂടുക എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് ചൂടാക്കുക. എന്നിട്ട് ഇത് നമ്മൾ മെയിൻ കറിക്കകത്തേക്ക് ഒഴിക്കുക. നല്ല രീതിയിൽ ഇളക്കിയെടുക്കുക. അപ്പം നമ്മളുടെ ഏത്തയ്ക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് മക്കളെ. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, എളുപ്പമാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.